ഈശോ ഏകരക്ഷകൻ. എവാഞ്ചലൈസേഷൻ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് ഉള്ള ചർച്ചകളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് രക്ഷ പ്രാപിക്കുവാൻ പല മാർഗങ്ങളുണ്ടോ എന്നത്. ഇതിനുത്തരം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല. നടപടി പുസ്തകം 4 അധ്യായം 16 വാക്യത്തിൽ പത്രോസ്ലീഹ അസന്നിഗ്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ആകാശത്തിന് കീഴെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ഈശോ എന്നതല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എവാഞ്ചേലി നുൻസിയാന്തി 34 നമ്പറിൽ പോൾ 6 മാർപ്പാപ്പായും റെഡംതോറിസ് മിസിയോ 5 നമ്പറിൽ ജോൺ പോൾ 2 മാർപ്പാപ്പായും ഈ ബൈബിൾ വാചകങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു. ഈശോ മാത്രമാകുന്നു ഏകരക്ഷകനെന്ന് സഭ പഠിപ്പിക്കുന്നു. ജലപ്രളയമുണ്ടായപ്പോൾ സുരക്ഷയ്ക്കായി നോഹയുടെ പേടകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാ സുരക്ഷാ സങ്കേതങ്ങളും, അതായത് മലകൾ, മരങ്ങൾ, ചങ്ങാടങ്ങൾ, വള്ളങ്ങൾ എല്ലാം പ്രയോജനരഹിതമായി. നോഹയുടെ പേടകം പോലെ ഈ ഭൂമിയിൽ നമുക്കൊരു രക്ഷാകേന്ദ്രമേ ഉള്ളൂ, ഈശോ. ക്ഷാമകാലത്ത് ഈജിപ്തുകാർ ഭക്ഷണത്തിനായി ഒരേയൊരു വ്യക്തിയെ മാത്രം ആശ്രയിക്കണമായിരുന്നു, ജോസഫ്. മറ്റാരെ ആശ്രയിക്കുന്നതും സമയം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമായിരുന്നു. അതുപോലെ രക്ഷിക്കപ്പെടുവാനായി നാം ഒരേ ഒരു ആളിൻ്റെ പക്കലേക്ക് മാത്രം പോകണം, ഈശോ. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് സർപ്പദംശനമുണ്ടായപ്പോൾ മരണത്തെ അതിജീവിച്ചത് മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കിയവർ മാത്രമായിരുന്നു. മറ്റെല്ലാ ഔഷധങ്ങളും പൊടിക്കൈകളും പ്രയോജനരഹിതമായിരുന്നു. അതുപോലെ രക്ഷ പ്രാപിക്കുവാൻ പാപത്തിന്റെ ദംശനമേറ്റവർ ഗാഗുൽത്തായിൽ ഉയർത്തപ്പെട്ട ശ്ലീവായിലേക്ക് നോക്കണം. ഗിലെയാദുകാർ എഫ്രായിംകാരെ തോൽപ്പിക്കുകയും ജോർദാന്റെ കടവുകൾ പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിച്ചവർ മാത്രമായിരുന്നു മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അതുപോലെ ഈശോ എന്ന നാമമല്ലാതെ വേറൊരു നാമവും രക്ഷിക്കപ്പെടുന്നതിനായി നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടുന്നതിനായി ഈശോയിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം എന്ന ഐച്ഛികം പത്രോസ്ലീഹ നമുക്ക് നൽകുന്നില്ല. ഡോമിനോസ് യേസൂസ് എന്ന ഡോക്യുമെന്റിന്റെ 13, 15 എന്നീ നമ്പറുകളിൽ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു, ഈശോയിലുള്ള വിശ്വാസം രക്ഷിക്കപ്പെടുവാൻ അനിവാര്യമാവുന്നു. ഈശോയുടെ നാമം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സുവിശേഷ പ്രഘോഷണവും ഇല്ല എന്ന് എവാഞ്ചേലി നുൻസിയാന്തി എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ പോൾ 6 മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയെ അറിയാത്ത എന്നാൽ തങ്ങളുടെ മതത്തിൻ്റെ ആത്മീയതയിൽ ജീവിക്കുന്നവരുടെ രക്ഷ എങ്ങനെ എന്ന ചോദ്യം പല ചർച്ചകളിലും ഉയർന്നു വരാറുണ്ട്. അവരുടെ രക്ഷ എങ്ങനെയെന്ന് വ്യക്തമായി പറയുക ബുദ്ധിമുട്ടുള്ള കാര്യമാവുന്നു. ഇത്രയും എനിക്കറിയാം, ഏത് വിശ്വാസത്തിൽപ്പെട്ടവരായാലും അവർ രക്ഷിക്കപ്പെടുന്നത് ഈശോയുടെ അക്കൗണ്ടിലൂടെ മാത്രമാകുന്നു. സഭ പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെ. യെശയ്യാ പ്രവാചകന്റെ 45 അധ്യായം 4 വാക്യത്തിൽ ഞാൻ ഈ പ്രഹേളികയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നു. യെശയ്യാ പറയുന്നു, നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ അറിയുന്നു, നിന്റെ പിതൃനാമത്തിൽ തന്നെ നിന്നെ വിളിക്കുന്നു. പേർഷ്യ രാജാവായ സൈറസ് ദൈവത്തെ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായി അറിഞ്ഞിരുന്നില്ല, അംഗീകരിച്ചിരുന്നില്ല. സൈറസ് അതറിഞ്ഞിരുന്നില്ലെങ്കിലും ദൈവം സൈറസിനെ അറിഞ്ഞിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ പിതൃനാമത്തിൽ വിളിക്കുകയും അഭിഷേകം ചെയ്യുകയുമുണ്ടായി. നാം പിതാവേ എന്ന് വിളിക്കുന്നില്ലെങ്കിലും ദൈവം നമ്മുടെ പിതാവാകുന്നു. അതുപോലെ നാം അറിയുന്നില്ലെങ്കിലും ഈശോ നമ്മെ രക്ഷിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം മൂലം മനുഷ്യർക്ക് മറ്റ് മാർഗങ്ങളിലൂടെയും രക്ഷ പ്രാപിക്കാമെന്ന് എവാഞ്ചേലിയും നുൻസിയാന്തിയുടെ 80 നമ്പറിൽ നാം വായിക്കുന്നു. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ ഇടമുറിയാതെ അന്തർലീനമായിരിക്കുന്ന ഒരു പ്രമേയമുണ്ടെങ്കിൽ അത് ഈശോ ഏകരക്ഷകനാകുന്നു എന്നതാണ്. കൊർണേലിയോസിനെ പോലെ നല്ലവനായ ഒരു വ്യക്തി പോലും മാനസാന്തരപ്പെട്ടപ്പോൾ ഈശോയെക്കുറിച്ച് കേൾക്കുവാൻ പത്രോസിന്റെ പക്കലേക്ക് അയക്കപ്പെട്ടുവെങ്കിൽ, സാവൂൾ അനനിയാസിന്റെ പക്കലേക്ക് അയക്കപ്പെട്ടുവെങ്കിൽ, ഈശോയിലൂടെ അല്ലാതെ നിത്യരക്ഷ അപ്രാപ്യമെന്ന ബൈബിളിന്റെ നിലപാട്, സഭയുടെ നിലപാട് യുക്തിസഹജമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈശോ ഏകരക്ഷകൻ എന്നതിന് ഡസൻ കണക്കിന് ഉദ്ധരണികൾ ചാക്രിക ലേഖനങ്ങളിൽ നിന്നും ലഭ്യമാണെങ്കിലും 2 or 3 എണ്ണം മാത്രം ഞാനിവിടെ ഉദ്ധരിക്കാം.
1995 മെയ് 31 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനറൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി: രക്ഷയിലേക്കുള്ള പാത ഈശോയിലൂടെ കടന്നു പോകുന്നുവെന്ന് പഠനം നാം സംരക്ഷിക്കേണ്ടതാവുന്നു. അതിനാൽ സഭയ്ക്കും പ്രേക്ഷിത പ്രവർത്തകർക്കും എല്ലായിടത്തും എല്ലാ സമയത്തും എല്ലാ സംസ്കാരങ്ങളിലും ഈശോയെ രക്ഷകനായി പ്രസംഗിക്കുവാനുള്ള ബാധ്യതയുണ്ട്. ഈശോയിലൂടെ അല്ലാതെ രക്ഷയില്ല. ഈശോ ഏകരക്ഷകൻ എന്ന ബോധ്യം മറ്റ് സാധ്യതകൾ ഒഴിവാക്കുന്നില്ല. മറിച്ച് അവയെല്ലാം രക്ഷയുടെ ഏക ഉറവിടത്തിൽ സഹകരണം വഴിയുള്ള ഭാഗഭാഗിത്വം മാത്രമാകുന്നുവെന്ന് ലൂമൻ ജൻസിയം 62 നമ്പറിലൂടെ സഭ വിശദീകരിക്കുന്നു. രക്ഷയുടെ ഏക ഉറവിടത്തിലുള്ള ഭാഗഭാഗിത്വം എന്ന് പറയുമ്പോൾ ഈശോ ഏക മധ്യസ്ഥൻ എന്ന സത്യത്തെ ബലികഴിച്ചുകൊണ്ടാകരുതെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏകരക്ഷകൻ എന്ന നിലപാടിനെ സന്ധി ചെയ്തുകൊണ്ടുള്ള ഒരു പഠിപ്പിക്കലും സഭ അംഗീകരിക്കുന്നില്ല എന്ന് ഡോമിനോസ് യേസൂസ് എന്ന ശ്ലൈഹിക പ്രബോധനത്തിന്റെ 14 നമ്പറിൽ വ്യക്തമാക്കിയിരിക്കുന്നു. നാം ഈ പറഞ്ഞവയുടെ എല്ലാം സാരാംശം ഒറ്റവാക്കിൽ നടപടി പുസ്തകം 16 അധ്യായം 31 വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈശോ മിശിഹായിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏഷ്യയിലെ സഭകളോട് എക്ലേസിയ ഇൻ ഏഷ്യ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ ഓഡിയോ അവസാനിപ്പിച്ചുകൊള്ളാം. ഏഷ്യയിലെ സഭ അതിൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈശോ മിശിഹ ലോകത്തിൻ്റെ രക്ഷകനാണെന്ന് ഏറ്റവും ഊർജ്ജസ്വലതയോടെ പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ കണ്ണുകളും കാതുകളും തൃപ്തിപ്പെടുമാറാകണം പ്രേക്ഷിതരുടെ ജീവിതം. പ്രസംഗിക്കുന്നത് ജീവിക്കുന്നതിനേക്കാൾ നമ്മുടെ മതത്തെ മനോഹരമാക്കുന്ന മറ്റൊന്നുമില്ല. ഈശോയെ പ്രസംഗിക്കുന്നവർ മുഴങ്ങുന്ന ഇലത്താളം പോലെയാകുന്നു. എന്നാൽ പ്രസംഗിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന പ്രേക്ഷിതർ മാലാഖമാരെ പോലെയും. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.